ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം അയാളുടെ സൗന്ദര്യമാണെങ്കിൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം അവന്റെ സൽസ്വഭാവമാണെങ്കിൽ ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തി അതും അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം അവന്റെ വിനയമാണെങ്കിൽ ലോകത്ത് ഏറ്റവും വിനയമുള്ള വ്യക്തി അതും അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം അവന്റെ സിദ്ഖാണെങ്കിൽ, അവന്റെ സത്യസന്ധതയാണെങ്കിൽ ലോകത്ത് സത്യസന്ധതയ്ക്ക് ഉത്തമ മാതൃക അതും അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്നേഹത്തിന്റെ ഏത് മാനദണ്ഡം നോക്കിയാലും അതിലേക്ക് ഒന്നാമൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് സൗന്ദര്യത്തെ സൃഷ്ടിച്ചു. അതിൽ ഒരു സൗന്ദര്യം മുഴുവൻ അള്ളാഹു കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കാണ്. രണ്ടാമത്തെ സൗന്ദര്യത്തിന്റെ പകുതി ഭാഗം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് കൊടുത്തു. ആ ബാക്കി അവശേഷിക്കുന്ന സൗന്ദര്യമാണ് ലോകത്തിലെ മറ്റുള്ള ജനങ്ങൾക്കൊക്കെ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി അത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസൗന്ദര്യത്തിന്റെ വിസ്മയ ചെപ്പാണ് മുത്തുനബി. പൂർണ്ണ ചന്ദ്രനെ മുഖത്ത് ആവാഹിച്ച പോലെ അല്ല, അതിനും അപ്പുറമാണ് മുത്തുനബി. തിളങ്ങുന്ന വിശാലമായ നെറ്റിത്തടം, ചിലപ്പോൾ വിളക്ക് പോലെ അത് പ്രഭാമയമായിടും. ഒരിക്കൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി തന്റെ മുറിയിൽ തന്റെ ഒരു വസ്ത്രം തുന്നുകയായിരുന്നു സൂചി ഉപയോഗിച്ചുകൊണ്ട്. ആ സൂചി നിലത്ത് വീണു. ആയിഷ ബീബി ഒരുപാട് തപ്പി നോക്കി സൂചി കാണുന്നില്ല. അപ്പോൾ ആ നബിത്തങ്ങൾ ആ റൂമിലേക്ക് കയറി വരുന്നത് ആ നബിത്തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശത്തിന്റെ പ്രതിഫലം കൊണ്ട് നിലത്ത് വീണ തന്റെ സൂചി ആയിഷ ബീബി കണ്ടെടുത്തു എന്ന് ബഹുമാനപ്പെട്ട ബീബി ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ നബിത്തങ്ങളുടെ മുഖത്തിന് ഒരു പ്രത്യേകമായ പ്രകാശമുണ്ടായിരുന്നു, ഒരു പ്രത്യേകമായ വെളിച്ചമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിടർന്ന കണ്ണുകളാണ് നബിത്തങ്ങളുടേത്. നേർത്ത് കടുപ്പമുള്ള കറുത്ത കൺപീലിയാണ് നബിത്തങ്ങളുടേത്. കൺമഷി എഴുതിയിട്ടില്ലെങ്കിലും കൺമഷി എഴുതിയെന്ന് തോന്നിപ്പിക്കുന്ന നിറച്ചാർത്ത്, ചുവപ്പ് കലർന്ന വെളുത്ത നിറമാണ് നബിത്തങ്ങളുടേത്. രോമാവൃതമായ നേർത്ത പിരികകൾ, നീളമുള്ള തോളുകൾ, വെള്ളിത്തിളക്കത്തിന്റെ പത്തരമാറ്റുള്ള കഴുത്തുകളും തോളുകളും, വിരിയുന്ന പൂ പോലെയുള്ള പുഞ്ചിരി, ഭംഗിയേറിയ ചുണ്ടുകൾ, വെളുത്ത മഞ്ഞുതുള്ളി പോലെ തോണിപ്പിക്കുന്ന പല്ലുകൾ. എന്തൊരു സുന്ദരമാണ് റസൂലുള്ളാഹ്, വർണ്ണിക്കാൻ വാക്കുകളില്ല. നബിതങ്ങൾ ചന്ദ്രനേക്കാൾ സുന്ദരമാണ്. ചന്ദ്രൻ സൗന്ദര്യത്തിന്റെ പ്രതീകമായി മാറിയത് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്തതുകൊണ്ടാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായി മാറിയത് അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയമായ പ്രകാശം സ്വീകരിച്ച് ഭൂമിയിലെത്തിയ ആ വർണ്ണനീയമായ ആൽരൂപമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നബി തങ്ങൾ ചന്ദ്രനേക്കാൾ മനോഹരമാണ്, ചന്ദ്രനേക്കാൾ സുന്ദരമാണ്. പ്രിയപ്പെട്ടവരെ, ജാബിർ ഇബ്നു സമ്ര റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഒരു നിലാവുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാൻ കണ്ടു. നബിത്തങ്ങൾ എന്നൊരു ചുവപ്പ് നിറമുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാൻ ചന്ദ്രനെയും നബിത്തങ്ങളെയും മാറി മാറി നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയത് അള്ളാഹുവിന്റെ റസൂലിനെയാണെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി ഒരിക്കൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും നമ്മൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സൗന്ദര്യം, ആ മുഖത്തിന്റെ തെളിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങൾ ചിരിക്കുമ്പോൾ അവിടുത്തെ മുഖം കണ്ണാടി പോലെയായിരുന്നു. അടുത്തുള്ള ചുമരുകൾ അവിടുത്തെ മുഖകമലത്തിൽ പ്രതിബിംബിച്ചിരുന്നു. നബി തങ്ങളുടെ മുഖം വീർത്തതോ മാംസമില്ലാത്തതോ നീണ്ടതോ ആയിരുന്നില്ല.
അവിടുത്തെ മുഖം അല്പം വൃത്താകൃതിയിലായിരുന്നു, അവിടുത്തെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അലി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സ്വഭാവം അതുപോലെ തന്നെ നല്ല ഉത്തമമായ സ്വഭാവമായിരുന്നു. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താത്ത, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ ആദരിക്കുന്ന, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. നബി തങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചവര്, നബി തങ്ങളെ പ്രയാസപ്പെടുത്തിയവർക്ക് നബി തങ്ങൾ മാപ്പ് നൽകിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം ഒരാളെ സ്നേഹിക്കുന്നത് അയാളുടെ സൗന്ദര്യം കൊണ്ടാണെങ്കിൽ, അയാളുടെ സ്വഭാവം കൊണ്ടാണെങ്കിൽ, അയാളുടെ വിനയം കൊണ്ടാണെങ്കിൽ, അയാളുടെ വിട്ടുവീഴ്ച കൊണ്ടാണെങ്കിൽ, അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ എന്തെല്ലാം മാനദണ്ഡമുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ ഒന്നാമൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. പ്രിയപ്പെട്ടവരെ, ആ നബി തങ്ങളെ നാം ഒരുപാട് സ്നേഹിക്കണം, നാം പിൻപറ്റണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. ആസവീധം ചെന്ന്